വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു തേനീച്ചയുടെ കൂട് പൊളിച്ച് പണിയണ വിധാണ് നിങ്ങൾക്ക് ഇന്ന് മുമ്പിൽ കാണിച്ചു തരാനായിട്ട് പോണേ. അപ്പോൾ കഴിഞ്ഞ ദിവസം പേപ്പൻ എന്നെ വിളിച്ചായിരുന്നു. ഒരു പുതിയ തേനീച്ച കൂട്ടിൽ കുറച്ച് പുതിയ തേനീച്ചകൾ പുതിയതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ തേനീച്ചകൾ അടകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ മൂടിയിലാണ് അടകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിമുകളിലേക്ക് അട വെച്ച് സെറ്റ് ചെയ്യണ വിധമാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോണേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പേപ്പറിൻ്റെ അവിടേക്ക് പോവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പേര് ഫ്രാൻസിസ്. ഞാൻ പീച്ച് ഡാമിനടുത്തുള്ള തൃശ്ശൂർ ജില്ലയിലെ പീച്ച് ഡാമിനടുത്തുള്ള ഒരു പ്രദേശം മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ 50ഓളം തേനീച്ചക്കൂടുകൾ പരിപാലിക്കാനായിട്ട് നോക്കുന്നുണ്ട്. 3 വർഷമായി ഞാനിത് ചെയ്തു വരുന്നു. എൻ്റെ ജോലി സമയം കഴിഞ്ഞിട്ട് കിട്ടുന്ന നിസ്സാരമായ സമയം ഞാൻ ഈ തേനീച്ച പരിപാലനത്തിനായിട്ട് ഉപയോഗിക്കുന്നു. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇതൊരു പുതിയ പഴയ കൂട്ടിലേക്ക് കുറച്ച് ഈച്ചകൾ വന്നേക്ക് കൂട് കൂട്ടിയിട്ടുണ്ട്. ആ ഈച്ചേനെ പൊളിച്ച് നമ്മൾ അതിൻ്റെ ഓർഡറിലായിട്ട് അടിപ്പെട്ടിയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ക്രമമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ കൂട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ പേപ്പ? നമ്മള് പുതിയൊരു ഈച്ചകൾ വന്നിട്ട് ഇതിനകത്തേക്ക് കയറുകയാണ് ചെയ്തിരിക്കണേ അല്ലേ? അതെ അതെ, ഇത് സ്വാഭാവികമായിട്ട് പുറത്തുനിന്ന് സെറ്റ് പിരിഞ്ഞ് വരുന്ന ഈ ഈച്ചകളാണ് ഇതിനകത്ത് വന്ന് കയറിയിരിക്കുന്നത്. അപ്പൊ നമ്മള് എന്തുകൊണ്ടാണ് ഈ കൂട് പൊളിച്ച് പണിയണമെന്ന് പറയാനായിട്ടുള്ള കാരണം? ഇതിപ്പോൾ ഇതിൻ്റെ മേൽമൂടിയിലായിരിക്കും ഇവർ കൂട് കൂട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്കത് നോക്കാം. നമ്മൾ ഈ കൂട് അഴിക്കുകയാണ്. സാവധാനം നമ്മൾ ഇതിനെ പൊന്തിച്ചെടുക്കുന്നതാണ്. ഓക്കെ, പുതിയ ഈച്ചകളായതുകൊണ്ടായിരിക്കും അല്ലേ? പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ നമ്മളങ്ങനെ പതുക്കെ എടുക്കണമെന്ന് പറയണത്? അങ്ങനെയല്ല, ഇതിൻ്റെ അകത്ത് അടകൾ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. എങ്കിലും അവർ ശരിയായ രീതിയിലല്ല അതിനെ കൂട് ആയിരിക്കുന്നത്. ഓ, കൂടിയുടെ മേൽമൂടിയിലാണ് അടകളൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് അല്ലേ? ശരിക്കും ഇത് അറകളായിട്ട് സെപ്പറേറ്റ് വെച്ച് കൊടുക്കണം അല്ലേ? അപ്പോൾ ഇത് പിന്നെ സാധാരണ ഇപ്പം നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് അടകൾ ഉണ്ടാവേണ്ടിയിരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെ കൂടിന്റെ മേൽമൂടിയമേ ഇതിങ്ങനെ എല്ലാം ഒട്ടിച്ചു വെച്ചു. അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് നമ്മളതിനെ കെട്ടി നമ്മുടെ ഈ കൂട്ടിനകത്തേക്ക് കൂട്ടില് ഓർഡർ ചെയ്ത് വെച്ച് കൊടുക്കണം അല്ലേ? ഓർഡർ ഇതാണ് ചെയ്ത് വെച്ച്. കൂടിന്റെ അകം. ഇതിനകത്ത് കുറച്ച് ഈച്ചകളുണ്ട്. ഇപ്പൊ ഈ അടകള് കൂടിന്റെ മേൽമൂടിയമേ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈച്ചകളെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ നമ്മൾ കറക്റ്റ് ഓർഡറിൽ ചെയ്യണതാണ് ഈ വീഡിയോ. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം 4 പാടും ഈച്ചകള് പറക്കുന്നുണ്ട്. ഇപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇതിനെ ഈ ഈച്ചകൾ നമ്മളെ നിരന്തര ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കറുത്ത നെറ്റ് ഉപയോഗിച്ച് ഇതിനെ മറയ്ക്കാൻ പോവുകയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഈച്ചകൾ പെട്ടെന്ന് വന്നിട്ട് നമ്മളെ ആക്രമിക്കില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് പണിതെടുക്കാനായിട്ട് സാധിക്കും. ഈച്ചകളുടെ പെരുപ്പത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ് ഈ നെറ്റ് കൊണ്ട് നമ്മൾ അപ്പൊ ഈ ചെയ്തത്. നെറ്റ് കവർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈച്ചകൾ പുറത്തേക്ക് കിടക്കില്ല അല്ലെ? ഈ നെറ്റ് കവർ ചെയ്തിട്ട് കഴിയുമ്പോൾ ആ ഈച്ചകൾ ഇപ്പോൾ ആ നെറ്റിനുള്ളിൽ നിന്നിട്ടുള്ള അഭ്യാസങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ കൂട്ടമായി വന്ന് നമ്മളെ ആക്രമിക്കുക. അപ്പോൾ അതിനൊരു സാധാരണയായിട്ട് നമുക്ക് ഒരു എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിക്കുന്നത്. വയലൻ്റ് ആവുന്ന ഈച്ചകളെ നമുക്ക് ഇങ്ങനെ ഏത് സമയത്തും നമ്മൾ പെട്ടികൾ ഉപയോഗിച്ച് സാധാരണയായി ഇങ്ങനത്തെ അവസരങ്ങളിൽ ഈച്ച വയലൻ്റ് ആവും. ഇപ്പൊ ഈ അടയെടുത്ത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ് അല്ലേ? അത് സ്വയം കെട്ടിണ്ടാക്കിയ അടയാണ് അല്ലേ അത്? ഈ അട ഈ കൂടിനകത്ത് സ്വയം കെട്ടിണ്ടാക്കിയതല്ലേ? ഇത് നമ്മൾ വളർത്തിയ ഈച്ചകളല്ല, വന്നുകൂടിയ ഈച്ചകളാണ്. ഇവരിപ്പോൾ നന്നായി വയലൻ്റ് ആവും. വയലൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയലൻ്റ് ആവാതിരിക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഈ ഈച്ചേനെ ഇങ്ങനെ നമ്മൾ നെറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പൊന്തിച്ച് ഊതി കൊടുക്കുക. ഊതി കൊടുക്കുമ്പോൾ അടയിൽ നിന്ന് മാറി പെട്ടിയുടെ മറ്റു വശത്തേക്ക് മാറും. അപ്പോൾ ഈ ആദ്യം കാണുന്ന അടയിൽ ഊതുക. നമ്മൾ ഊതി കഴിയുമ്പോൾ ഈച്ച
പ്രധാന അടയിൽ നിന്നും നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന അടയിനെ ഊതി കഴിയുമ്പോൾ ആ അടയിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ അട നമ്മൾ കൊണ്ട് എടുക്കുന്നു. അതുമാതിരി ഈച്ചേനെ ഊതി മാറ്റിയിട്ട് വേണം നമ്മൾ അടകൾ എടുക്കാനായിട്ട് അല്ലേ? അപ്പൊ ഇത് അല്പം എല്ലാ സമയത്തും അങ്ങനെയല്ല. ഇപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഒരു അടയിനെ ഊതി ഇങ്ങനെ മാറ്റി എടുക്കുന്നു. പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യും നമ്മളെ. പിന്നെ റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാം. അതിന് വള്ളിയും വേണം, റബ്ബർ ബാൻഡും വേണം. ഒടിഞ്ഞത് ഒടിഞ്ഞു പോയതിന് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. വാഴനാരിട്ട് ഇതിനെ നമ്മൾ കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അട റീസെറ്റ് ചെയ്യണല്ലേ? നമുക്ക് ആ. റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാൻ പറ്റാത്ത അടകള് പതുക്കെ ഒരു വാഴനാര് കൊണ്ട് പതുക്കെ കെട്ടി വെക്കുക. പുതിയ കൂടായതുകൊണ്ട് ഈച്ച ചുറ്റുപാടും പറക്കുന്നുണ്ട്. ഈ കൂട് ഇരിക്കണത് ഏകദേശം ഒരു ഇരുട്ടായ സ്ഥലത്താണ്. അതുകൊണ്ടാണ് വീഡിയോ അത്ര ക്ലിയർ ആവാത്തത്. പുതിയ വാഴനാരിട്ട് കെട്ടിയിട്ടുള്ള അത് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക അല്ലേ? പുതിയ കൂടുകളിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുക അല്ലേ? ഒരു ഫ്രെയിമിൽ ഇങ്ങനെ കെട്ടി നമ്മൾ ഇങ്ങനെ വെച്ചു. കണ്ടോ? ഇതേപോലെ വാഴനാരിട്ട് കെട്ടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം തേനീച്ചകൾക്ക്. അടുത്ത അടയും കൂടി നമ്മൾ ഇതേപോലെ തന്നെ വാഴനാരെടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ തേനീച്ചകൾ പറക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിറച്ച് ഈച്ചകളാണ് അതില്. അപ്പോൾ അടുത്ത അടയും കൂടെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഈ ഈച്ചനെ ഊതുന്നില്ല. അടകളായ കാരണം വാടി പോവുകയാണ്. പിന്നെ റബ്ബർ ബാൻഡ് ഇട്ടാൽ മതിയാവും. ഈ അടയമൊക്കെ ഈച്ച ഇരിക്കുന്നുണ്ട് അല്ലേ? ആ ആ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതിന്റെ ചുറ്റുവട്ടത്തും ഈച്ച പറക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഈച്ച പറക്കുന്നുണ്ട്. നിർത്തിയിട്ട് ഇത് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം, ഇത് ഇത്തിരി കൂടി വലിപ്പമുള്ള അടയായതുകൊണ്ട് റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മളത് ഉറപ്പിക്കുകയാണ്. ഈ സൈഡിലിട്ട് രണ്ട് സൈഡിൽ നിന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട ഇളകി ലൂസായി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ ഒരു കോർണർ മുട്ടിച്ച് ഇങ്ങനെ വയ്ക്കണം. ഫ്രെയിമിൻ്റെ ഏതെങ്കിലും ഒരു കോർണർ മുട്ടിച്ച് വയ്ക്കുക. അത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത്? ഒരു മൂല ചേർന്ന് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അത് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റേ വരുമ്പോൾ ഈ അടകൾ അവർ കൂട്ടി വയ്ക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേ ആവും. അപ്പോൾ അവർ ഈ അടകൾ അങ്ങനെ ഷെയ്ക്ക് ആവാതിരിക്കും. ഇത് നമ്മൾ കൂട്ടിലേക്ക് വെച്ച് കൊടുക്കുക അല്ലേ? കൂട്ടിലേക്ക് വെച്ച് കൊടുത്തു. അടുത്ത അടയും നമ്മൾ ഇതുപോലെ പൊളിച്ചെടുക്കണം. ഇതിൻ്റെ ബാലൻസ് അടയാണ്, തേനുള്ള അടയാണ്. തൽക്കാലം നമ്മൾ ഇതിൻ്റെ മീതേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. വീണ്ടും നമ്മൾ അടുത്ത അടയനെയും കൂടി എടുക്കാൻ പോവുകയാണ്. ടോട്ടൽ ഇതിനകത്ത് എത്ര അടകളുണ്ട്? 5-6 അടകളുണ്ട്. ഓ, ഇതിലും അത്യാവശ്യത്തിൽ ഈച്ചകളുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതിന്റെ മേൽമൂടിയിലാണ് ഇവര് അടകള് കൂട് കൂട്ടിയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ അടർത്തി എടുത്തതിന് ശേഷം ഒരു വാഴനാര് ഉപയോഗിച്ച് ഇതിന്റെ അട കെട്ടാനുള്ള ഫ്രെയിമിൽ നമ്മൾ കെട്ടി ഭംഗിയാക്കി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് തേനീച്ച അതിനകത്ത് കൂട് വെച്ച് സെറ്റാക്കി തരുള്ളൂ. അതിൽ തേനുള്ള ഭാഗവും പുഴുള്ള ഭാഗവും തമ്മിൽ ഒടിഞ്ഞു പോന്നിരിക്കുക. കുറച്ച് ധൈര്യം നമ്മൾ കാണിക്കണം ഈച്ചേൻ്റെ അടുത്ത്. ഈ റബ്ബർ ബാൻഡ് ഇടുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈച്ചയുടെ മേത്ത് ഇങ്ങനെ അടിച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറിയ ഫ്രെയിമിലും നമ്മളിപ്പോൾ തൽക്കാലം മുട്ടയുള്ള അടകളും വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒരു
സുഖത്തിന് വേണ്ടിയിട്ട് ആ അടകളെ സെറ്റ് ചെയ്യാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ചെറിയ ഫ്രെയിമിൽ നമ്മൾ അടകൾ വെച്ച് കയറ്റിയിട്ട് കൊടുക്കുക. മർമ്മപ്രധാനമായ ഒരു കാര്യം ചെയ്യാൻ പോണേ. ഇപ്പൊ റാണിയുള്ള മേൽമൂടി നമ്മൾ പതുക്കെ ഈ തുണി മാറ്റുന്നു. മാറ്റിയതിന് ശേഷം നമ്മൾ പതുക്കെ ഈ റാണി നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇതിനകത്തും കുറച്ചധികം ഈച്ചകൾ ഉണ്ട് അല്ലേ? ഇതിൻ്റെ അത് റാണി ഉണ്ട്. അത് എവിടെയാണെന്നൊരു പിടുത്തമില്ല. അപ്പൊ നമുക്ക് നമ്മൾ ഈ റാണി അട കെട്ടിയായിരുന്ന ഭാഗങ്ങളാണ് ഈ വെള്ള കളറിലിരിക്കുന്നത്. അതാണ് നമ്മൾ പൊളിച്ച് അടയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത് ഇവിടെ. ഈ റാണിയിൽ നമ്മൾ ഈ കൂട്ടിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് ഊതി അങ്ങോട്ട് ഇറക്കി വിടാം. ഇറങ്ങിപ്പോക്കോളൂ അവര്. ഇറങ്ങിപ്പോക്കും. ഈ ഈച്ചേനെ മുഴുവൻ ഊതി പെട്ടിയിൽ തന്നെ പതുക്കെ ഇതിലേക്ക് ഇറക്കി വിടാണ്. നമ്മൾ കൈ കൊണ്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ കുത്തൂലേ? ഇങ്ങനെ ഇതിന്റെ ഒരു മാർഗമുള്ളൂ അല്ലേ? ഇത് എളുപ്പ വഴിയാണ്. ഈച്ചകളെല്ലാം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ കൂടിന്റെ അടിവശത്ത് നിന്ന് പതുക്കെ താഴെ നമ്മൾ പുതിയതായിട്ട് കെട്ടിപ്പൊക്കിയ ചേമ്പറിലേക്ക് ഇറങ്ങി പോവാണ്. റാണി അടക്കം ഇറങ്ങി പോണം ഇതിനകത്തേക്ക്. ഇപ്പൊ ക്ലോസ് ചെയ്തു അല്ലേ? ഇറങ്ങിയോന്ന് നമ്മൾ നോക്കണം. ഇല്ല, അതിന്റെ അടിവശത്തുണ്ട്. അത് ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഈ മൂടിയുമ്പോ തന്നെ കൂട് കിട്ടുമോ? ഇല്ല, പതുക്കെ ഇറങ്ങി പോക്കോളേ തന്നെ. റാണിയാണ് ഈ നടക്കുന്നത്. ഈ മൂലയ്ക്ക് കോർണറിൽ റാണി ഉണ്ട്. വലിയൊരു മുഴുത്ത ഈച്ച നടക്കുന്നത് കണ്ടോ? അതാണ് അതിന്റെ റാണി. അതാണ്ട് ഈ മൂലയ്ക്ക് ഇരിക്കുന്ന കോർണറിൽ. അവളെ നമ്മൾ സാവധാനം അവിടെ ഊതി ഇറക്കി വിടാൻ പോവാണ്. അവളെ അങ്ങനെ അങ്ങനെ പറത്തി വിടുന്നത് അത്ര യുക്തിയല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാണ്. പതുക്കെ നമ്മൾ ആ കൂടിയിരുന്ന സ്ഥലത്തേക്ക് തന്നെ ഈ പെട്ടിയും വെക്കാൻ പോവാണ്. ക്ലോസ് ചെയ്യാനായിട്ട് അല്ലേ? അപ്പൊ കൂട് നമ്മൾ ആകെ സ്റ്റഡി ആക്കുക. നമ്മൾ പെട്ടിയെ മാറ്റി പഴയ കൂടിയിരുന്ന സ്ഥലത്തേക്ക് മാറ്റിയ പെട്ടിയെ വെച്ചു കൊടുക്കുന്നു. അപ്പൊ ഇതൊരു പുതിയ കൂടായിട്ട് മാറിയല്ലേ പാപ്പ? അല്ലേ? അതെ. അപ്പൊ നമ്മളെ സെറ്റ് ചെയ്തിട്ടുള്ള കൂട്, റാണി അടക്കമുള്ള കൂട് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചു അല്ലേ? ശ്രദ്ധാപൂർവം വയ്ക്കണത് കുറച്ചു നേരം. കൂടിന്റെ സെന്റർ ചെയ്തിട്ട് ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന്റെ അടിവശത്ത് നമ്മള് ഉറുമ്പ് അങ്ങനെയുള്ള ചെറിയ നടന്നു കയറുന്ന പ്രാണികള് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വെള്ളം നിറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഈ സ്റ്റാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സ്റ്റാൻഡ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു വെക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇതിനകത്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അതേപോലെ പ്രാണികൾ അതൊക്കെ ഈ കമ്പി വഴി കയറാനായിട്ട് സാധ്യത വളരെ കുറവാണ്. പുളിയുറുമ്പ് അതേമാതിരി ചെറിയ ചുവന്ന ഉറുമ്പുകളൊന്നും കയറി വരില്ല ഈ വെള്ളം താണ്ടിയിട്ട്. അപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമ്മൾ ഡെയിലി ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. പെട്ടെന്ന് വെള്ളം വറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ചു നേരം നമ്മൾ അതിനെ സ്വതന്ത്രമായിട്ട് വിടാനായിട്ട് വിട്ടതിന് ശേഷം വന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ ഒരു തേനീച്ച കൂടില് അടകള് റീസെറ്റ് ചെയ്യണ വിധമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ അത് താല്പര്യമായിട്ടുള്ളവരും ഇഷ്ടമായിട്ടുള്ളവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ തേനീച്ച കൂടുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ആ കൂടിനടുത്ത് പോണ സമയത്ത് എപ്പോഴും ഒരു സേഫ്റ്റി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം തേനീച്ച കൂട് ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ എൻ്റെ ചുറ്റും നിറച്ച് തേനീച്ചകൾ വട്ടമിട്ട് പറക്കായിരുന്നു. അപ്പോൾ
പേപ്പൻ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ധൈര്യപ്പെട്ട് വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.